ടിവി ഉണ്ട്, വലിയ ജനാലകളുണ്ട്. ഈ വീട്ടിൽ അവരറിയാത്ത ഒന്നും സമാധാനം മാത്രമല്ല അത് സമാധാനം സമാധാനം ഇപ്പൊ പാസ്പോർട്ട് ഉണ്ടോ? യാത്ര പോകാൻ പറ്റുമോ? ഓ പിന്നെ ഇവർക്ക് യാത്ര മാത്രം ഇത്തിരി പ്രാന്തമാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതായത് യാത്ര എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും. അപ്പൊ അറിവിനോടുള്ള ഒരു ഇത് അപ്പൊ അതാണ് ഞാൻ അറിവില്ലാതിരിക്കണത്. അത് എനിക്കറിയില്ല, ചേച്ചിയുടെ താല്പര്യം പോലെ. ഓക്കെ, ഈ റൂമിനകത്താണ് നമ്മുടെ റാമ്പ് ഇരിക്കണത്. പക്ഷെ റാമ്പ് കടന്നുറങ്ങാൻ തോന്നുന്നു. പുള്ളിക്കാരത്തേക്ക് പെറ്റ്സ്, അതായത് ക്യാറ്റിനോടാണ് താല്പര്യം, ഡോഗിനോട് താല്പര്യം പറഞ്ഞത്. എനിക്കൊരു സാമി, എന്റെ ഒരു ക്യാറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് റാമ്പുണ്ട്, ബീഗും ഉണ്ട്. ഇതാണ് പട്ടികൾ എന്ന് പറയുമ്പോ പേടി വരില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ചേച്ചി ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള സാധനമാണ് പട്ടി. പൂച്ചക്ക് സ്നേഹമില്ലാത്തതാണ്. ഒരിക്കലും ഈ പട്ടി പൂച്ച ഫൈറ്റ് നെവർ എൻഡിങ് ഫൈറ്റ് ആണ്. എനിക്കത് ചെയ്യണ്ട. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ബീഗു. പൂച്ചേനേക്കാളും സ്നേഹമുള്ള ചേച്ചി. യെസ്, ഇത് കണ്ടോ, ചേച്ചിയുടെ പൂച്ചയിലേക്കാളും സ്നേഹമുള്ള സാധനമാണ്. ഒരു പൂച്ചയുടെ അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഒരു പൂച്ചയുടെ അത്രേ ഉള്ളൂ. ഇത് പാവ. എടുക്കാൻ പറ്റും. ഇവനങ്ങനെ ആരും അക്രമകാരി ഒന്നുമില്ല, കടിക്കൂല. ചേച്ചി ഇത് കണ്ടോ, വായി വേറെലിട്ടാ പോലും കടിക്കുക. സോഫയൊക്കെ കടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് പിന്നെ ഞങ്ങളുടെ റാംബോയും പിന്നെ ഇവനും പാർട്ണർഷിപ്പിലാണ് ഇതൊക്കെ നടന്നേക്കുന്നത്. യെസ്, എന്നാ സെബിനെ വാ. ഇനി ഇദ്ദേഹമാണ് സെബിൻ. അതിനെ കൊണ്ട് വെച്ചേടാ, അതൊരു പാവാ. ഓക്കെ, ഞാൻ വേറൊരു ഇപ്പൊ ഈ ഏരിയയിൽ വരുമ്പോ നമ്മളൊരു കുട്ടി ക്യാമറ കാണുന്നുണ്ടല്ലോ. അതെ, അത് ഞങ്ങൾ നേരത്തെ ബ്ലോഗ് ചെയ്തോണ്ടിരുന്ന സാധനമാണ്. ആൾക്കാരുടെ തെറി കൂടുതലായപ്പോ നിർത്തി. നിങ്ങളുടെ ഇപ്പൊ ഒരു ക്യാമറന് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട്. എനിക്കൊരു ജിജ്ഞാസ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് കൂടുതൽ ആരാഞ്ഞ് കഴിഞ്ഞപ്പോ പറഞ്ഞു, നീ മര്യാദയ്ക്ക് ഉപയോഗിച്ചത് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ. ഐശ്വര്യല്ല, ക്യാനോൺ. ഇപ്പൊ ഞങ്ങള് പാനാസോണിക് S1 ഐഫോണിലാണല്ലേ ഷൂട്ട് ചെയ്യണേ. പിന്നെ ഇവിടെ നമ്മുടെ റാംബോനെ പോലെ ഉണ്ടല്ലോ ഒരു ബൊമ്മ. യെസ്, അത് കൊച്ചിന് മേടിച്ചു കൊടുത്താണ്. അവൻ ഉപയോഗിക്കാത്തോണ്ട് കരയുവാണ്, അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെച്ചാ. ഉപയോഗിക്കാത്തോണ്ട് കരയാണ്? അല്ല, അവനിത് കാണുമ്പോ പേടിയാണ്. അവൻ ആനേനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ പേടിയാണ്. അപ്പൊ അതുകൊണ്ട് അല്ല, മേടിച്ചു കൊടുക്കുന്നതുകൊണ്ട് വരെ കുഴപ്പമില്ലായിരുന്നു. അത് ഏതോ കാർട്ടൂൺ കണ്ട് പേടിയായി. അത് പിന്നെ അത് ഇങ്ങനെയായി. അതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ലാംപ്സ് ആക്ച്വലി ഭയങ്കര രസമാണ് കേട്ടോ. അതെ അതെ, ഇത് ഞങ്ങള് ഇതേപോലെ തന്നെ ഞങ്ങൾ പേശി മേടിച്ചാ. ഇതിന് 1200 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് വേണേ പറയാം. ഇപ്പൊ ചേച്ചി വന്ന് പറയാം, ഇത് നോക്കൂ, എനിക്ക് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സോഫയാണ്, ഇത് വേണേ ലോകത്തിലില്ലാത്ത സാധനമാണ്, 5 പേർ അല്ല കേക്കൂ വേണേ അങ്ങനെ പറയാം. പക്ഷെ ഇത് ബേസിക്കലി ഇതിന് 86,000 രൂപ പറഞ്ഞു. അപ്പൊ ലിബിൻ പറഞ്ഞു ഒരു 32,000 രൂപയ്ക്കാണ് തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ കയറുന്ന കടയ്ക്ക് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ വലിയ പോഷൻ നോക്കി കയറത്തില്ല. അപ്പം പുള്ളി പറഞ്ഞു ഈ കിച്ചൺ പണിത ആൾ തന്നെയായിരുന്നു. അപ്പൊ പുള്ളി അത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ മേടിച്ച നമ്മൾക്കൊരു സാരി പോലും ഞങ്ങൾ ഏത് കട ചെന്നാലും ചോദിക്കും. കാരണം കരയുന്ന കൊച്ചിനെ